അനുഭവിച്ചറിയുന്ന ആളുകളുടെ അനുഭവങ്ങളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അവരുടെ കറാമത്തുകളെയും ഒക്കെ പുറമേ നിന്ന് വിമർശിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് അനുഭവിച്ച ആളുകൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത കറാമത്തുകളാണ്. അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ്, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടവരാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹിച്ചവരാണ്. അവർ അള്ളാഹുവിനെയും സ്നേഹിച്ചു. അതാണല്ലോ മഹാന്മാരുടെ പ്രത്യേകത. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങൾ തന്റെ പിതാവിൽ നിന്ന് അനന്തരാവകാശമായി ലഭിച്ച ഒരു തോട്ടത്തിൽ കൃഷി ചെയ്ത് ആ തോട്ടത്തിലെ പഴത്തോട്ടത്തിലെ പഴവൃക്ഷങ്ങൾ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശൈഖ് ഇബ്രാഹിം എന്ന പേരുള്ള ഒരു മഹാനായ വലിയ, ഒരു മജ്ദൂബായ വലിയ ഖാജ തങ്ങൾ ചെറിയ പ്രായത്തിൽ അവരെ സൽക്കരിക്കുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവരെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അവർ അവരുടെ ഭാണ്ഡത്തിൽ നിന്ന് ഭാണ്ഡം തുറന്നൊരു ഭക്ഷണ സാധനം അല്ലാഹു ഖുർആൻ ഇറക്കി കൊടുത്തത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ മോചിതമായ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇറക്കി കൊടുത്തു. ഹിദായത്തിന്റെ ഗ്രന്ഥം. അല്ലാഹു പറഞ്ഞത് നബിയെ നിങ്ങൾ ഖുർആനിനെ മാത്രം പിൻപറ്റിക്കോളൂ എന്നല്ല. അത് മാത്രം പോരാ. ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കൽ മാത്രമാണ്. മറ്റുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഹാന്മാരുടെ വഴിയൊക്കെ മാറ്റിവെക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഉറൂസുകളെയും നേർച്ചകളെയും ആത്മീയ കേന്ദ്രങ്ങളെയും കളിയാക്കുന്ന വിദഗ്ധകാരന്റെ വിദണ്ഡവാദങ്ങളാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അള്ളാഹു കൽപ്പിക്കുന്നത് 1,24,000 ഹിദായത്തിന്റെ നേതാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് നബിയെ. ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. അവരുടെ ഹിദായത്തിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ആ അമ്പിയാക്കളെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അവരെയാണ് പിൻപറ്റേണ്ടത്. അവരെയാണ് അനുധാവനം ചെയ്യേണ്ടത്. അതാണ് ഹിദായത്തിന്റെ വഴി. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ഇന്ന് രാവിലെയും സുബഹി നിസ്കാരത്തിൽ രാജാതിരാജനായ റബ്ബിനോട് നമ്മൾ ചോദിച്ചു, തേടി, അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണം. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. നീ ഹിദായത്ത് നൽകിയ മഹാന്മാരുടെ വഴിയിൽ അവരുടെ കൂട്ടത്തിൽ ഞാനും എന്റെ സ്വഹാബത്തും ജീവിച്ച കാലമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ഈ പുതിയ ലോകത്തെ ശാസ്ത്രം പഠിച്ചിട്ടല്ല ഖുർആനിൽ വിശ്വസിച്ചത്, ഹദീസിൽ വിശ്വസിച്ചത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ തന്നെ പഠിച്ചിട്ടല്ല, ഖുർആൻ ശാസ്ത്രവും വേണ്ട, ഖുർആൻ തന്നെ പഠിച്ചിട്ടല്ല സിദ്ദീഖ് തങ്ങൾ മുഅ്മിനായത്. ആണോ? അല്ല. കാരണം ഖുർആൻ അന്ന് മുഴുവൻ ഇറങ്ങിയിട്ടില്ല, കുറഞ്ഞ ആയത്തുകളെ ഇറങ്ങിയിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത് നബിയുടെ കരം പുൽകിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആദ്യമായി മുത്ത് നബിയുടെ കൂടെ മുത്ത് നബിയുടെ അനുയായിയായി മാറുമ്പോൾ ഖുർആനിൽ വിശ്വസിക്കാൻ ഖുർആൻ തന്നെ മുഴുവനായി ഇറങ്ങിയിട്ടില്ല, ഏതാനും ആയത്തുകളെ ഇറങ്ങിയിട്ടുള്ളൂ. നിസ്കാരത്തിന്റെ മഹത്വം, നിസ്കാരത്തിന്റെ ആരോഗ്യം, നിസ്കാരത്തിന്റെ ശാസ്ത്രീയം, നിസ്കാരത്തിന്റെ മറ്റുള്ള ഗുണങ്ങൾ ബോധ്യപ്പെട്ടിട്ടല്ല, നോമ്പിന്റെ ഗുണങ്ങൾ ബോധ്യപ്പെട്ടിട്ടല്ല സിദ്ദീഖ് തങ്ങൾ മുഅ്മിനായത്. നിസ്കാരം നിർബന്ധമായിട്ടില്ല, നോമ്പ് നിർബന്ധമായിട്ടില്ല, ഇസ്ലാമിക നിയമങ്ങൾ ഇറങ്ങിയിട്ടില്ല. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ വിശ്വസിച്ചത് ആരെയാണ്? ഒരാളെ. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി എന്ത് പറഞ്ഞോ, മുത്തുനബി എന്ത് ചെയ്തോ ചോദ്യമില്ല, അതിൽ കലർപ്പില്ല. അല്ലാഹുവിന്റെ റസൂലിനെ
കലവറയില്ലാതെ കലർപ്പില്ലാതെ നിർമ്മലമായി ഇത്തിബാഅ് ചെയ്യുന്ന പിൻപറ്റുന്ന രീതിയാണ് സിദ്ദീഖ് തങ്ങളുടെ രീതി, സ്വഹാബത്തിന്റെ രീതി. അതുകൊണ്ടാണ് അവരുടെ ഈമാനും അവരുടെ ഇസ്ലാമും ഏറ്റവും അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ മദീന പള്ളി, മണൽ വിരിച്ച മദീന പള്ളി, ഈത്തപ്പനയുടെ കുറ്റികൾ തൂണാക്കിയിട്ടുള്ള മദീന പള്ളി. കഠിനമായ ചൂടുള്ള കാലമാണ്, ചുട്ടുകൊള്ളുന്ന വെയിലാണ് പുറത്ത്. മദീന വിശാലമായ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്, നമുക്കറിയാമല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു മദീന പള്ളിയിലേക്ക്. മുത്തുനബി സ്വഹാബത്തിനോട് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ ഉള്ളിൽ നിറയെ സ്വഹാബിമാരാണ്. അതിനിടയിൽ അല്ലാഹുവിന്റെ റസൂല് ഇടയിൽ പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, ഇജ്ലിസു ഇജ്ലിസു, എല്ലാവരും അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. കാരണം ക്ലാസ് മുത്തുനബിയുടെ വഅദ് ഇങ്ങനെ കേട്ടിട്ട് ആവേശത്തില് ചില ആളുകളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. ആവേശം കൂടിയാല് ഇരിക്കുന്നിടത്തൊക്കെ എഴുന്നേറ്റിട്ട് ആവേശം. അല്ലാഹുവിന്റെ റസൂല് പള്ളിയുടെ ഉള്ളിലുള്ള എഴുന്നേറ്റ് നിൽക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറ, ഇജ്ലിസു, അവിടെ ഇരിക്കേ, എല്ലാവരും അവിടെ ഇരിക്കും, അവിടെ തന്നെ ഇരിക്കും, എല്ലാവരും അവിടെ ഇജ്ലിസു ഇജ്ലിസു, എല്ലാവരും അവനവന്റെ സ്ഥാനത്ത് അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പുറത്താണ്, ചുട്ടുപൊള്ളുന്ന വെയിലത്തൂടെ അങ്ങനെ നടന്നു വരിക. അപ്പോഴാണ് മുത്തുനബിയുടെ ഈ വാക്ക് കേൾക്കുന്നത്, എല്ലാവരും അവരുടെ സ്ഥാനത്ത് അവിടെ തന്നെ ഇരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പള്ളിയുടെ ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളോടാണെന്ന്. അതിന്റെ യുക്തി അറിയാം. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഇരിക്ക, പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്ക, വെയിലുള്ളണ്ടല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് അറിയാം മുത്തുനബി പറഞ്ഞത് പള്ളിയുടെ ഉള്ളിലുള്ള ആളുകളോടാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോടാണ് കൽപ്പിക്കുന്നത്. ഓരോരുത്തരും എവിടെയാണോ ഉള്ളത് അവിടെ ഇരിക്കുകയും അവനവന്റെ സ്ഥാനത്ത് അവിടെ തന്നെ ഇരിക്കണം എന്ന് മുത്തുനബി പറഞ്ഞപ്പോ, അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചുട്ടുപൊള്ളുന്ന പൊരിവെയിലത്തെ പള്ളിയുടെ പുറത്താണ്. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങൾ അവിടെ ഇരുന്നു. ആ മണലിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വേർത്തൊലിച്ച് അവിടെ ഇരുന്നു മണിക്കൂറുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഅദ് കഴിഞ്ഞ് മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ എഴുന്നേറ്റോളൂ. അപ്പോഴാണ് ഈ വെയിലത്ത് നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നത്. ഇതിനാണ് അനുസരണ എന്ന് പറയുക, ഇതിനാണ് ഇത്തിബാഅ് എന്ന് പറയുക. ഇങ്ങനെ നേതാക്കൾക്ക് അനുസരിച്ചുകൊണ്ടാണ്, ഔലിയാക്കൾക്കും ഇമാമീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും അമ്പിയാക്കൾക്കും അനുസരിച്ചുകൊണ്ട് അവരുടെ ഗുരുത്വവും പൊരുത്തവും നേടിയിട്ടാണ് ഹിദായത്ത് ലഭിക്കുന്നത്. അതാണ് ഹിദായത്തിന്റെ വഴി. നമ്മുടെ വഴികാട്ടികളെയും ധിക്കരിച്ചാൽ എന്താപ്പത് അങ്ങനെ, എന്താപ്പത് ഇങ്ങനെ, അല്ലെ? എന്താപ്പ മൂപ്പർ അങ്ങനെ പറയാൻ? ഇങ്ങനെയല്ലേ പറയേണ്ടത്? അദബ് കേട് വന്നുപോയാൽ ഹിദായത്ത് നഷ്ടപ്പെടാൻ, അവസാനം സൂൽ ഖാത്തിമത്ത് വന്നു ചേരാൻ കാരണമാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ ആത്മീയതയുടെ വഴി. അബൂ അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇമാം മാലിക് തങ്ങൾ ആരാണ്?